സിദ്ധാർത്ഥന്റെ കുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ഈ കുട്ടിയെ കൊന്നവർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി അവരുടെ അമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ചവരാണ് ഈ തന്റെ മകനെ കൊന്നത് എന്ന് വികാര വായ്പോടെ ആ അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ പഠിക്കുന്ന ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? ഈ കുട്ടി ചെയ്ത തെറ്റ് SFIയിൽ ചേർന്നില്ല എന്നുള്ളതാണ് തെറ്റ്. ഈ ക്യാമ്പസിനകത്ത് ഇടിമുറിയുണ്ട് എന്ന് പറയുന്നു. ഞങ്ങൾക്ക് ആ ഇടിമുറി ഒന്ന് കാണണം എന്ന് വൈസ് ചാൻസലറോട് രേഖാമൂലം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടിമുറി ഉണ്ടെങ്കിൽ ഞങ്ങൾ 3 MLA ഇവിടെ ഉണ്ട്, ഞങ്ങളെ ആ ഇടിമുറി ഒന്ന് കാണിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥ് ചെയ്ത കുറ്റം SFIയിൽ ചേർന്നില്ല എന്നുള്ളതാണ്. SFIയിൽ ചേരാത്തത് കൊണ്ട് ആ കുട്ടിയെ, നാട്ടിലേക്ക് പോയ കുട്ടിയെ തിരികെ വിളിക്കുന്നു. നാട്ടിലേക്ക് പോയ കുട്ടിയെ തിരികെ വിളിച്ച് 3-4 ദിവസക്കാലം SFI നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഭീകരമായി മർദ്ദിക്കുന്നു. കുട്ടിക്ക് ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാൻ ഈ പൈശാചികമായ കുറ്റത്തിന് നേതൃത്വം കൊടുത്ത SFIക്കാർ തയ്യാറായില്ല. ഒരിറ്റ് വെള്ളം ചോദിച്ചപ്പോൾ ബെൽറ്റ് കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് പത്രവാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ കുട്ടി ചെയ്ത തെറ്റെന്താണ്? നെടുമങ്ങാട്ടെ ആ വീട്ടിൽ പോയപ്പോൾ ഞാൻ കാണുന്നത് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന അമ്മ, കരയാൻ പോലും നിവൃത്തിയില്ലാതെ മനസ്സ് മരവിച്ചു പോയ ഒരു മാതാവ്, ഗൾഫിൽ കൂലിപ്പണി ഡെയിലി വേജസിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന എല്ലാ പ്രതീക്ഷകളും സിദ്ധാർത്ഥനിൽ അർപ്പിച്ച പിതാവ്, അവരുടെ ബന്ധുക്കൾ, ആറ്റുനോറ്റു വളർത്തിയ പൊന്നുമോനെ ശവമായി കണ്ടതിലുള്ള വേദനയും ഞെട്ടലും വിട്ടാറിയിട്ടില്ല. എന്തിനാണ് ഈ പാവം കുഞ്ഞിനെ കൊന്നത്? സിദ്ധാർത്ഥനെ എന്തിനാണ് നിങ്ങൾ കൊന്നത്? ഇടിമുറിക്കകത്ത് വെച്ച് നിങ്ങൾ ഇടിച്ചു കൊന്നിട്ട് DCC പ്രസിഡന്റ് പറഞ്ഞ പോലെ നിങ്ങൾ കെട്ടിത്തൂക്കി ഇതൊരു കൊലപാതകമാക്കി, അല്ല ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ എന്തിനാണ് ശ്രമിച്ചത്? ഇവിടുത്തെ SHO FIRന്റെ വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. 302 ഇട്ടിട്ടില്ല, 306 ഇട്ടുകൊണ്ട് ഇതിനെ ഒരാത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കേസെടുക്കാൻ വന്ന DYSPയെ ആരാണ് അസഭ്യം പറഞ്ഞത്? DYSPയെ ആരാണ് ഭീഷണിപ്പെടുത്തിയത്? മുൻ MLA ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ വരെ പോയി എന്ന് പറയുമ്പോൾ ഇവന്മാർക്ക് തൊലിക്കട്ടിയുണ്ടോ എന്നാണ് ഇവർ ചോദിക്കാറുള്ളത്. ഒരു മുൻ MLAയുടെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി മജിസ്ട്രേറ്റിന്റെ മുറിയിൽ തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. SHO മൂടിവെക്കാൻ ശ്രമിച്ച കേസ് DYSP അന്വേഷിച്ചപ്പോൾ DYSPയെ കുലപ്യം പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇതിൽ നിന്നെല്ലാം എന്താണ് വ്യക്തമാകുന്നത്? ഈ കൽപ്പറ്റയിലെ CPM ഓഫീസിൽ ഈ പ്രതികളെ മുഴുവൻ സംരക്ഷിച്ചു. എത്ര ദിവസം സംരക്ഷിച്ചു? എന്തുകൊണ്ട് കൽപ്പറ്റ പോലീസ് എന്തുകൊണ്ട് ഇവരെ പിടിക്കാൻ തയ്യാറായില്ല? ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു. IG നിലവാരത്തിലുള്ള ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള SIT അന്വേഷിക്കണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം.